പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ശനിയാഴ്ച ദിവസം മാതാവിൻ്റെ ദിവസമായിരുന്നിട്ടും നമ്മൾ ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നതിൻ്റെ കാരണം അത് ഇന്ന് കൊറിയയിലുള്ള കുറച്ച് രക്തസാക്ഷികളുടെ തിരുനാൾ ദിവസമാണ്. അത് ആൻഡ്രൂ കിം ടൈഗോൺ എന്ന ഒരു പുരോഹിതൻ, കൊറിയയിലെ ആദ്യത്തെ തദ്ദേശീയ പുരോഹിതനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് വിശുദ്ധ പോൾ ചോങ് ഹസാങ്. ഇവർ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. മതപീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഈ വിശുദ്ധ ആൻഡ്രൂ കഴുത്തറുത്ത് ആണ് കൊല്ലപ്പെട്ടത്. പല രീതിയിലാണ് ചുട്ടുകൊന്നു, കുന്തം കൊണ്ട് കുത്തി ഇറക്കി, ഇങ്ങനെ പല രീതിയിൽ രക്തസാക്ഷിത്വം വരിച്ചവരാണ്. അവരുടെ ഓർമ്മ ദിനം ഇന്ന് കൊണ്ടാടുമ്പോൾ നമുക്ക് നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ അവരുടെ മാതൃക, മാധ്യസ്ഥ്യം ഒക്കെ നമുക്ക് തുണയാകട്ടെ. നമുക്ക് മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മാതാവിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകമാസകലം
ദത്തുപുത്രരെ വർദ്ധിപ്പിക്കാൻ അങ്ങ് തിരുമനസ്സാകുകയും രക്തസാക്ഷികളായ വിശുദ്ധ ആൻഡ്രുവിൻ്റെയും സഹചരന്മാരുടെയും രക്തം ക്രിസ്ത്യാനികളുടെ ഏറ്റവും ഫലദായകമായ വിത്താകാനിടയാക്കുകയും ചെയ്തുവല്ലോ. അവരുടെ സഹായത്താൽ ഞങ്ങൾ ശക്തരാകാനും മാതൃകയാൽ സദാ അഭിവൃദ്ധിപ്പെടാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: വാത്സല്യമുള്ളവനെ, എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പിലാത്തോസിൻ്റെ മുൻപിൽ സത്യത്തിനു സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിൻ്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. ഭൂമി മുഴുവൻ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. വരുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത്
പല പട്ടണങ്ങളിലും നിന്ന് വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ യേശു അരുളി ചെയ്തു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകളത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥമെന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. ഉപമ ഇതാണ്. വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ നിനക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിത്തിൻ്റെ ഉപമ നമുക്ക് വളരെ പരിചയമുള്ള ഒരു കഥയാണ്. ഈശോ തന്നെ അത് വളരെ വ്യക്തമാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അതിന്മേൽ പിന്നെ എന്തു പറയാനാണ്? നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വഴി, പാറ, മുൾച്ചെടി, നല്ല വിത്ത്, നല്ല നിലം. ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിതമായിട്ടൊക്കെ നമുക്കൊന്ന് ബന്ധപ്പെടുത്തിയാൽ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് ഈ ഉപമ. അല്ലെങ്കിൽ വചനം എന്നൊരു കാര്യം മാത്രം നമ്മളതിൽ, വചനമാണ് വിത്ത്, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കുറേ പേർക്കത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കും. എന്തിനായിരിക്കാം വഴിയരികിലും പാറപ്പുറത്തും മുൾച്ചെടിയിലൊക്കെ കൊണ്ട് വിതച്ചത്? ആ വിതക്കാരൻ മണ്ടനാണോ? നല്ല നിലത്ത് വിധിച്ചാൽ പോരായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു എന്ന് ചിന്തിക്കുക. എല്ലാ സ്ഥലങ്ങളിലും ഒരു മുൻവിധിയൊന്നുമില്ലാതെ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു. വിത്തെന്നത് അനുഗ്രഹമാണെങ്കിൽ വഴിയരികിൽ നിന്നവർക്കും കൊടുത്തു, പാറപ്പുറത്ത് നിന്നവർക്കും കൊടുത്തു, മുൾച്ചെടികൾക്കിടയിൽ വീണവർക്കും കൊടുത്തു, നല്ല നിലത്ത് നിന്നവർക്കും വിത്ത് കൊടുത്തു, അനുഗ്രഹങ്ങൾ കൊടുത്തു. അത് പ്രയോജനപ്പെടുത്തുന്ന രീതികളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് വഴിയരികെ ഒന്ന് ധ്യാനിച്ച്. വഴിയരികെ എപ്പോഴും ഒരു ബഹളത്തിൻ്റെ മേഖലയാണ്. ബഹളം, തിരക്ക്. വഴിയരികെ ഇല്ല, റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ ഗേറ്റും തുറന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപകട. വഴിയരികെ തിരക്ക്. അവിടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല വഴിയരികിൽ. ഇനിയും ചില വഴികളിലൂടെ പോകുന്നവരും ഇങ്ങനെ കോൺസെൻട്രേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ അവരെ ട്രാക്ക് മാറി ഓടാറുണ്ട്, ഇല്ലേ? ഓട്ട മത്സരത്തിൽ ട്രാക്ക് മാറിയാൽ മത്സരത്തിൽ അവർ അപ്രാപ്യമായിട്ട് മാറും, അത് എലിജിബിൾ അല്ല. ഇപ്പം ട്രാക്ക് മാറി ഓടാൻ വഴിയരികിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, ബഹളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ബഹളം, വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള മേഖല അതാണ്. അതൊക്കെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കുക. ചില കുഞ്ഞുങ്ങൾ പഠിക്കാൻ കൊണ്ട് സ്കൂളിൽ ചേർത്തു, പക്ഷേ ട്രാക്ക് മാറി ഓടി തെറ്റായ പ്രണയബന്ധം, തെറ്റായ കൂട്ടുകെട്ടുകൾ, ലഹരി വസ്തുക്കൾ. നല്ല ട്രാക്കിൽ ചേർത്ത് വെച്ച് വിവാഹമെന്ന കൂതാശ തന്നതാ, നല്ല വഴിയിലൂടെ വിട്ടതാ. പക്ഷേ
വഴിമാറി ഓടി തെറ്റായ പ്രണയബന്ധം നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് പലരും. തെറ്റായ ഫോൺ കോളുകൾ, തെറ്റായ ബന്ധങ്ങൾ, വഴിമാറിപ്പോയ സംഭവങ്ങൾ. കുറവുകളോടുകൂടെ ജനിച്ചതാണ്, കുറവുകളുണ്ട്, അത് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ കുറവുകളിൽ ദൈവം അനുഗ്രഹം തന്നു, പക്ഷേ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിയില്ല. വഴിയരികിൻ്റെ എല്ലാ ചാബല്യങ്ങളും പോരായ്മകളും ജീവിതത്തിലേക്ക് കയറി വന്നു. അതാണ്. ഇനിയും വഴിയരികിൽ നിന്നുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടിയില്ല, പഠിക്കാൻ കൊണ്ട് ചേർത്ത് കോൺസെൻട്രേഷൻ കിട്ടിയില്ല, കറങ്ങാനും കൂട്ടുകൂടാനും നടന്നു. അതുകൊണ്ട് പഠിക്കാതെ നടന്ന് അവസാന നിമിഷം പരീക്ഷയുടെ തലേ ദിവസം ഭയങ്കര പഠിത്തം, അവസാന നിമിഷം എങ്ങനെ അത് സ്കോർ ചെയ്യാൻ സാധിക്കും? അവസാന നിമിഷം പ്രാക്ടീസ് പോലും ശരിയാകില്ല, ഇല്ലേ? നമ്മളിപ്പോൾ വൈകുന്നേരം ഓട്ട മത്സരം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി പ്രാക്ടീസ് ചെയ്താൽ വൈകുന്നേരം ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റില്ല. അത് മുന്നേ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരങ്ങളിൽ പോയി ഓടി പ്രാക്ടീസ് ചെയ്യണം. അവസാന നിമിഷം പ്രാക്ടീസ്. അപ്പോൾ വഴിയരികി ബഹളത്തിൽ പോയി നിന്നിട്ട് പല കാര്യങ്ങളും മറന്നുപോയി, ചെയ്യേണ്ട കടമകളൊക്കെ മറന്നുപോയി, ഇങ്ങനെ നിൽക്കുക. അതാണ് വഴിയരികിൽ വീണ വിത്തിന്. അതാണ് വഴിയരികിൽ നിൽക്കുന്നവർക്ക് അത് അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് 2 ഇക്വേഷൻ പറഞ്ഞു തരികയാണ്. കുട്ടികൾ നല്ല ഫോണൊക്കെ ഉണ്ട്, നല്ല സുഖസമൃദ്ധമായ ജീവിതം എല്ലാം ഉണ്ട്, കിടക്കാനൊരു മുറി ഇതൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി അപ്പനും അമ്മയും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോണിൻ്റെ ഉപയോഗം വഴിയരികി നിന്ന പോലെ പലർക്കും കയറി വരാവുന്ന പെരുവഴി പോലെയായി പലരുടെയും ജീവിതം. പലർക്കും കയറി വരാവുന്ന പെരുവഴി പോലെയായി. അങ്ങനെ പലരെയും കയറ്റിവെച്ചു, ചാറ്റിങ്ങിലൂടെയൊക്കെ കയറ്റിവെച്ചു, പലരെയും കയറ്റിവെച്ചു. ഉറക്കം 4 മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്ത കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ബ്രെയിൻ അത്യാവശ്യം കിട്ടേണ്ട റെസ്റ്റ് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഓർമ്മശക്തി വർദ്ധിക്കുന്നില്ല, അവർക്ക് മെമ്മറി ഗ്രാസ്പിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുന്നില്ല, അവർക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാതെ എങ്ങനെ പഠിക്കാനാണ്? ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിക്കേണ്ട കാര്യം 1 മണിക്കൂർ വെച്ചിട്ടും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസൻസ് ഓഫ് മൈൻഡാണ്? പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ടേ? വഴിയരികെ പ്രസൻസ് ഓഫ് മൈൻഡ് കുറച്ച് കുറഞ്ഞു പോകുന്ന മേഖലയാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വഴിയരികിൽ ചിലപ്പോൾ കഴിവുള്ളവർക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഒബ്സർവേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒബ്സർവേഷൻ പ്ലസ് പ്രസൻസ് ഓഫ് മൈൻഡ് പ്ലസ് ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു സക്സസ് ഓഫ് ലൈഫ്. ഇതൊരു ഇക്വേഷനാണ്. മറ്റേത് ഉറക്കം പ്ലസ് പഠനം പ്ലസ് ദൈവാനുഗ്രഹം പ്ലസ് വിജയം. അതാണ്. നന്നായിട്ട് ഉറങ്ങണം. പലരും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളായിട്ട് വരും, 10ാം ക്ലാസ്സിലാണ്, +2 ആണ്. നമ്മൾ പ്രാർത്ഥിക്കണം, പക്ഷെ അവർക്ക് ഉറങ്ങാനും പറ്റുകയില്ല, അവർക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രം കിട്ടുമോ? വഴിയരികൊന്ന് കൃത്യമാക്കണ്ടേ? വഴിയരികിൽ വീണ വിത്ത്. ഇനി അടുത്തത് പാറപ്പുറത്ത് വീണ വിത്ത്. പാറപ്പുറം അത് വേരിറങ്ങിയില്ലെന്നാണ് പറയുക. വേരിറങ്ങിയില്ല, അതുകൊണ്ട് വെയിലേറ്റപ്പോൾ കരിഞ്ഞുപോയി. അതുപോലെ പെരിഫറലായിട്ട് നല്ല ഭംഗിയായിട്ട് നടപ്പുണ്ട്, നല്ല വസ്ത്രം, പള്ളിപ്പോക്കൊക്കെ കൃത്യമായിട്ടുണ്ട്, ആളുകൾ നോക്കുമ്പോൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടിൽ കൊള്ളുകയില്ല. അതുകൊണ്ട് വീട്ടുകാർ പറയും, തനക്ക് എന്തിനാണോ പള്ളി പോയിട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി പെരിഫറലായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് അല്ലാതെ കോർ ലെവലിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ട് നല്ല വ്യക്തിയാകണമെന്നില്ല, നല്ല ജിമ്മിലൊക്കെ പോയി ജിമ്മനായതുകൊണ്ട് നല്ല വ്യക്തിയാകണമെന്നില്ല. ചിലപ്പോൾ ജിമ്മന്മാർക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയാൻ പാടില്ല. അതാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് നമുക്ക്, ഇല്ലേ? ഫിസിക്കൽ ആസ്പെക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിൽ നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ശരീരം കൊണ്ട് പാപമേഖലയിൽ കൊണ്ട് വെച്ച് കൊടുക്കാൻ പാടില്ല. ശരീരം സൂക്ഷിക്കണം. ഇനി സോഷ്യൽ ആസ്പെക്റ്റ്. വീടൊരു സൊസൈറ്റിയാണ്. സൊസൈറ്റിക്ക് നിയമങ്ങളുണ്ട്. വീട്ടിൽ ആരും വെറുപ്പിക്കാൻ പാടില്ല, എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം ഉണ്ടാകണം. ഇനി വീടിന് ചില നിയമങ്ങളുണ്ട്. അമ്മ കാത്തിരിക്കുക, 12 മണിയായിട്ട് മകൻ വീട്ടിൽ വന്നിട്ടില്ല. മകൻ വന്നിട്ട് വേണം ഭക്ഷണമൊക്കെ വിളമ്പി പാത്രം കഴുകി വെച്ചിട്ട് കിടന്നുറങ്ങാൻ. അമ്മയെ കാത്തിരിപ്പിക്കുന്ന മകൻ, ആ നിയമം എഴുതി വെച്ചിട്ടുണ്ടോ? പക്ഷെ കുടുംബത്തിന് ചെയ്യേണ്ട കാര്യമല്ല അത്. സോഷ്യൽ ആസ്പെക്റ്റ്. ഇനി ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ്. നമുക്ക് ബുദ്ധിപരമായൊരു വികസനം നമുക്ക് തന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ. നമുക്കറിയാമല്ലോ, അത്ര വിദ്യാഭ്യാസമില്ലാത്ത ചില മേഖലകളിലൊക്കെ വലിയ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഡിസിപ്ലിൻ ഉണ്ടായിട്ടുണ്ട്. ലൈഫിന്
ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം, പെരിഫറലായിട്ട് മാത്രം, ഉള്ളിൽ നമുക്കറിയാം നമ്മൾ ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം, നമുക്ക് കയ്യിൽ നിന്ന് പോയി അബദ്ധമായി പോയല്ലോ, പറഞ്ഞത് ശരിയായില്ല, ദൈവം ഞാൻ ചെയ്തത് തെറ്റിപ്പോയല്ലോ, അങ്ങനെ എത്ര തവണ തോന്നി, ബുദ്ധി കൊണ്ട് തിരിച്ചു പിടിക്കണ്ടേ. ഇനി സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. പലതും മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചില വർത്തമാനങ്ങൾ പറയും. നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റുകയില്ലായിരിക്കും. ക്ഷമിക്കാൻ പറ്റാത്തതും നമ്മളത് വിട്ടുകളയുക, സംസാരിക്കാൻ പോകരുത്. നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണം, അല്ലെങ്കിൽ എന്നോട് വെറുപ്പ് കാണിച്ച് എന്നോട് ദ്രോഹം കാണിച്ചവർക്ക് അവരെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ചിലപ്പോൾ ഈ മൊന വെച്ച് സംസാരിക്കുക, കുത്തി സംസാരിക്കുക, ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള രീതികൾ വരുന്നത് സൈക്കോളജിക്കലി നമ്മൾ ബാലൻസ് അല്ലാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ഇമോഷണൽ മെച്യൂരിറ്റി അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നും ദേഷ്യം, സ്ത്രീകൾ ഉൾപ്പെടെ പലരുടെയും പ്രശ്നം അതാണ്, ദേഷ്യത്തോട് ദേഷ്യം. പക്ഷേ അവർ മണ്ടത്തരാണ് കാണിക്കുന്നത്, കാരണം സ്കോർ ചെയ്യുന്നില്ല. ദേഷ്യപ്പെടാത്ത ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യമായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക. ദേഷ്യപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ അവരോടായിരിക്കും സങ്കടങ്ങൾ പോയി പറയുക. എന്നും ചാടിക്കടിക്കാൻ വരുന്ന ആളോട് എന്തെങ്കിലും പറയുമോ? ഒന്നും പറയല, പേടിയായിരിക്കും പറയാൻ. ഇനി സ്പിരിച്വൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ഇവിടുത്തെ ഉറങ്ങുന്നുണ്ട്. ഇനി പള്ളി പോയിരിക്കുന്നതാണോ സ്പിരിച്വൽ ആസ്പെക്റ്റ്? അത് മാത്രമാണോ? കുറെ കൊന്ത ചൊല്ലിക്കൂട്ടുന്നതാണോ സ്പിരിച്വൽ ആസ്പെക്റ്റ്? ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് തിരിച്ചു വന്നു, അതാണ് സ്പിരിച്വൽ ആസ്പെക്റ്റ്. അവൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റി, അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റി. നല്ല കള്ളനെ കുരിശി കടന്നപ്പോൾ അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റി. അതാണ് സ്പിരിച്വൽ ആസ്പെക്റ്റ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോർ ലെവലിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടോ കുറേ പള്ളിയിൽ പോയത് കൊണ്ടോ നല്ല വ്യക്തി ആകണമെന്നില്ല. നമുക്ക് നല്ല വ്യക്തി ആകണമെങ്കിൽ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൂക്ക 2:52, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു. ഇത് നമുക്ക് ആവശ്യമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള മാതൃക. ഈശോയാണ് നമ്മുടെ മാതൃക, ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ. അപ്പം ഈ പെരിഫറലായിട്ടുള്ള ഒരു ആവേശം, തീക്ഷ്ണത, ചിലരിങ്ങനെ ഭയങ്കര ആവേശമാണ്, ചവറ് കൂട്ടിയിട്ട് കത്തിക്കണ പോലെ ഇങ്ങനെ ആളിക്കത്തും. പക്ഷെ ഒരു കാറ്റത്ത് ആ ചാരം പോലും പറന്നു പോവും. ഒരു തിരി പോലെ കത്തി നിന്നാൽ മതി. കർത്താവിൻ്റെ മുമ്പിൽ ഒരു തിരി പോലെ കത്തി നിന്ന പരിശുദ്ധ മറിയം നിന്നതുപോലെ അങ്ങനെ അവസാനം വരെ നിൽക്കുക, ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകാതെ. കുറച്ച് തീക്ഷ്ണതയും ആവേശവും കാണിച്ച് അവസാനം ഒന്നുമില്ലാതെ ആകുന്നതിനേക്കാൾ ബെറ്ററും ഒരു തിരി പോലെ കത്തി നിൽക്കുന്നതാണ്. ഇനി മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തം, അത് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. കുമ്പസാരത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും ആന്തരിക സൗഖ്യം അത് നമുക്ക് വേണം. ഒന്നോർത്ത് നോക്കി, ആന്തരിക സൗഖ്യം കിട്ടേണ്ട കാര്യം. കുമ്പസാരം കഴിഞ്ഞു, വലിയ പാപമൊക്കെ ചെയ്തു, അതെല്ലാം ഏറ്റുപറഞ്ഞു, പാപമൊക്കെ പോയി, പ്രവൃത്തിയൊക്കെ പോയി. പക്ഷെ ഓർമ്മകളും ചിന്തകളും എങ്ങനെ പോകും? ഒരു പാപത്തിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. പനി മാറി പക്ഷേ ക്ഷീണം മാറിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ പാപം പോയി, പക്ഷേ പാപത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ചിന്തകൾ, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കും. അത് വീണ്ടും പാപത്തിലേക്ക് നമ്മൾ നയിക്കും. അപ്പോൾ പാപത്തിൻ്റെ ഹാങ് ഓവർ. ഇനി ഒരു അപകർഷതാബോധമുള്ള ഒരാൾക്ക് മുന്നോട്ട് കയറി വരാൻ ബുദ്ധിമുട്ടല്ലേ? അതാണ് മുൾച്ചെടി ഇങ്ങനെ ഞെരുക്കിക്കളയുന്ന ചില അവസ്ഥകൾ. ഇനി ബലഹീനതകൾ, തെറ്റിലേക്ക് വീഴാൻ സാധ്യതയുള്ള ബലഹീനതകൾ. ഇനി മറ്റുള്ളവരുടെ വെറുപ്പുകൾ, നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നമ്മളോടുണ്ടാകുന്ന വെറുപ്പ്, അത് നമ്മുടെ മുന്നിലൊരു ബ്ലോക്കാണ്. അതുപോലെ ചില മേഖലകളിൽ തന്നിഷ്ടം, അഹങ്കാരം. ആ 10 കന്യകമാർ അവർ 5 പേര് വിളക്കുകളോടൊപ്പം എണ്ണ എടുത്തു. അവർ പറഞ്ഞാണ്, മക്കളെ എണ്ണയും കൂടി എടുത്തോ. മറ്റവർ വിവേകശൂന്യർ, അവർ എണ്ണ എടുത്തില്ല. ഞങ്ങൾക്കിപ്പോൾ എണ്ണയൊക്കെ പിടിച്ച് നടക്കാൻ പറ്റൂല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായി കാണാം. ഈ 10 പേർക്ക് അമർഷം തോന്നിയൊരു സംഭവം അറിയാമല്ലോ. സെബദിപുത്രന്മാർ ഈശോയുടെ ഇടതും വലതും ഇരിക്കാനുള്ള ആഗ്രഹം ചോദിച്ചു, പബ്ലിക്കായിട്ടത് പറഞ്ഞു. അപ്പം മറ്റുള്ളവരത് കേട്ടു, മറ്റു 10 പേർക്ക് അമർഷം തോന്നി. മനസ്സിലായോ? ഇത് നമുക്കൊരു ബ്ലോക്കാണ്. മറ്റുള്ള ചില ആളുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അടയ്ക്കുക, എല്ലാം ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് അടയ്ക്കുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മളോടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വിധത്തിലൊന്ന് ധ്യാനിച്ച് നോക്കിക്കാം. അപ്പോൾ പാറപ്പുറത്ത് വീണ വിത്ത്, വഴിയരികിൽ വീണ വിത്ത്, മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്, അങ്ങനെയെങ്കിൽ നമുക്ക് കുറേ ചിന്തിക്കാനും നമുക്ക് കുറേ ശരിയാക്കിയെടുക്കുവാനും കുറേ കാര്യങ്ങളുണ്ട്. ഇനി നല്ല നിലത്ത് വീണ വിത്ത് 100 മേനി വിളവ് നൽകിയതുണ്ട്. പക്ഷെ ചിലത് 30-60 ഉള്ളൂ. എന്തുകൊണ്ടാണ്? നല്ല കുടുംബം, നല്ല പഠിക്കാനുള്ള മുറി, നല്ല സാഹചര്യങ്ങൾ, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം എല്ലാം ഉണ്ടായിട്ടും ഫുൾ A+ വാങ്ങിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് കോൺസെൻട്രേഷൻ ഇല്ല, പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല, പഠിക്കുന്നില്ല.
നല്ല പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് സാഹചര്യം ഉണ്ടായാലും നല്ല നിലത്ത് വീണാലും 30-60 കിട്ടേണ്ട സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുന്ന സംഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് നല്ല നിലത്ത് വീണാലും ഈ കോൺസെൻട്രേഷൻ നമുക്ക് വേണം. വഴിയരികിൽ വീണ പോലെ പെരുവഴി നിന്നതുപോലെ ആകരുത്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഫ്രാൻസിസ് സേവർ പുണ്യവാളനോട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ച് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 16-26 ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ആദ്യമൊന്നും പുണ്യവാളൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പുണ്യവാളൻ അങ്ങനെ ഒരു പുണ്യവാളനായി മാറി. മറിയത്തിന് എന്തുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പറ്റിയത്? ദൈവദൂതം എന്ന് പറഞ്ഞപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ്, നല്ല ഫോർമേഷൻ, നല്ല അടുക്കും ചിട്ടയുള്ള ജീവിതം. അതുകൊണ്ട് കൃത്യമായിട്ട് മറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ദൈവസ്വരം ദൈവത്തിന് മറുപടി കൊടുക്കാൻ സാധിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി. നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. മാലാക വന്നിട്ട് പോയിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ദൈവമേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, കിട്ടിയ ചാൻസ് പോയല്ലോ എന്ന് മാതാവ് പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് ഇത് ഈ വിധത്തിലൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണം. നമ്മളിങ്ങനെ ഞെരുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അപ്പനും അമ്മയുടെ ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പനമ്മയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുറവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റേണലായിട്ടുള്ള കുറവുകൾ, അവരുടെ ദേഷ്യം, അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, അതൊക്കെ നമുക്ക് വരും. ഷേപ്പ് കിട്ടാമെങ്കിൽ ഉള്ളിലും സംഭവിക്കല്ലേ. ഇനി ഇപ്പം അങ്ങനെ ജനിച്ചത് അവരുടെ കുറ്റമാണോ? അതങ്ങനെ സംഭവിച്ചു പോയി. പല പല ഉദരങ്ങളിൽ പല പല സാഹചര്യങ്ങളിൽ ജനിച്ചതുകൊണ്ട് ഇനി ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും പഴിചാരിയിട്ട് കാര്യമുണ്ടോ? ഉള്ളത് കിട്ടിയ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ ഭംഗിയായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അതിനുള്ള അനുഗ്രഹം കർത്താവിനോട് ചോദിക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ലോകമെന്നെ വരിയും നേരത്ത് എന്ത് ഞാൻ നാഥ ചെയ്തിടും. ലോകമെന്നെ വരിയും നേരത്ത് എന്ത് ഞാൻ നാഥ ചെയ്തിടും. ഒറ്റയ്ക്കാക്കി നീ എങ്ങും പോകല്ലേ, ഉള്ളം കയ്യിൽ നീ കാക്കണേ. ഒറ്റയ്ക്കാക്കി നീ എങ്ങും പോകല്ലേ, ഉള്ളം കയ്യിൽ നീ കാക്കണേ. കർത്താവേ, ഞാൻ വഴിയരികിൽ വീണതുപോലെയാണ്, മുൾച്ചെടികൾക്കിടയിൽ വീണതുപോലെയാണ്, ഞാൻ പാറപ്പുറത്ത് വീണതുപോലെയാണ്. കർത്താവേ, എന്നിട്ടും നീ എന്നെ അനുഗ്രഹിച്ചല്ലോ. എത്രമാത്രം അനുഗ്രഹങ്ങൾ നീ തന്നു. കർത്താവ്, ഇതെല്ലാം പ്രയോജനപ്പെടുത്തുവാൻ എനിക്കൊരു മരിയൻ അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ. ആമേൻ. இன்னும் யாகமேகா அழ்த்தார மண்ணில ஏகிடுന്നു ഇഞ്ചീവനീ ഇഞ്ചീവനാകാ കാഴ്ചയേക നിതാൻ ഞാൻ വരുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ കാരുണ്യപൂർവ്വം കടാക്ഷിക്കുകയും രക്തസാക്ഷികളായ വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ സർവലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ അങ്ങേക്ക് സ്വീകാര്യമായ ബലിയാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ
എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതയും വെണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരുടെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രബലരുടെ ഭോജ്യത്താൽ പരിപോഷിതരായി രക്തസാക്ഷികളായ വിശുദ്ധരുടെ സ്മരണാചരിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ താഴ്മയോടെ വിളിച്ചപേക്ഷിക്കുന്നു. ക്രിസ്തുവിനോട് വിശ്വസ്തയോടെ ചേർന്ന് നിന്ന് സഭയിലെല്ലാവരോടും രക്ഷിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന ഈ സമയം നമുക്കൊന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ. കരമുയരട്ടെ, സ്വരമുയരട്ടെ. പരിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈശോയുടെ മരണത്തെ, കുരിശ് മരണത്തെ ഈ പരിശുദ്ധ ആരാധന ശുശ്രൂഷയിലൂടെ ആരാധിച്ചുവെന്ന ഒരൊറ്റ യോഗ്യത കൊണ്ട് കർത്താവേ, ഈ ദാസീദാസന്മാർ കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്കും യേശുവിന്റെ അത്ഭുത ശക്തി നിറയട്ടെ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന മരിയൻ അഭിഷേകം ഈ ദാസീദാസന്മാർക്ക് അനുഗ്രഹമാകട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. പരിശുദ്ധ കുർബാന എന്ന സാന്നിധ്യം, ഈശോയുടെ റിയൽ പ്രസൻസ് ഇവിടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങൾ മാറട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ. കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ. പൊടുന്നനെ ദൈവശക്തി നിറയട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശരീരത്തിൽ ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. വിശുദ്ധരുടെ
ദൈവങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ, മരിയൻ അഭിഷേകം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ മകളുമെന്ന പദവിയിലേക്ക് വലിയ ബോധ്യം നിറയട്ടെ. കുമ്പസാരിച്ചാലുള്ള കൃപകളെ കുറിച്ച്, കുർബാന സ്വീകരിച്ചാലുള്ള കൃപകളെ കുറിച്ച് ഓ പരിശുദ്ധാത്മാവേ ദൈവജനത്തിന്റെ ഉള്ളിലേക്ക് ബോധ്യം നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 കൂടെ നിന്ന ദൈവം മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ശക്തമായ അഭിഷേകം ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തന്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ആവേ 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 മറിയ, ആവേ 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 മറിയ.